എവരിവൺ MyTechBite എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ആ സ്റ്റോറീസൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അടിപൊളിയായിരിക്കൂലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 5 ക്രിയേറ്റീവായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഐഡിയാസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റത്തെ കട്ടൗട്ട് ലെറ്റർ തന്നെയാണ്. ആദ്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സെക്ഷൻ എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. ഇവിടെ ഞാൻ കൊടൈക്കനാൽ ഡയറീസിലെടുത്ത ആൽബംസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഗിഫ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ കൊളാഷ് ലെറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് കൊളാഷ് ലെറ്റേഴ്സൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ ആ ഒരു ലെറ്റേഴ്സൊക്കെ ചേഞ്ച് ആകുന്ന ഒരു ഇഫക്റ്റ് പോലത്തെ ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടൈ വൈബ്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പം കൊടൈ മാത്രമാണ് ഞാൻ കൊളാഷ് ലെറ്റേഴ്സായിട്ട് ചൂസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വൈബ്സ് ഒന്നും കൂടി ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വൈബ്സും കൂടി കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് സൈസ് കുറച്ച് കൊടുക്കാം. ഓക്കെ, ദെൻ കൊടൈ വൈബ്സ്. ഇനി ഇത് കളർഫുള്ളായിട്ടുള്ള ഇമേജാണ്. അപ്പോൾ ഞാനിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത് ഹാങ്ങിങ് ലെറ്റേഴ്സ് തന്നെയാണ്. ഇവിടെ ഞാൻ ഒരു ലേക്കിൻ്റെ ഫോട്ടോ ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും ആയിട്ട് അവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മലമ്പുഴ ഡാം എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ആ ഒരു ഫോണ്ട് ചൂസ് ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു ഫോണ്ട് തന്നെയായിരിക്കും, ഈ ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ട് തന്നെയായിരിക്കും. അപ്പം ഈ ഒരു രണ്ടിലിത് തന്നെ ഞാൻ ഒരു ഇഫക്റ്റ്, ഷാഡോ ഇഫക്റ്റും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് കളറിലും ദെൻ സെക്കൻഡ് വൈറ്റ് കളറിലായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ആ ഒരു സെയിം ടെക്സ്റ്റ് എടുത്തതിന് ശേഷം അണ്ടർസ്കോർ കുറച്ചൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ കുറച്ചൊരു അണ്ടർസ്കോർ വെച്ചതിന് നേരെ വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ട് നേരെ ഹാങ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ കൊടുത്ത് വെക്കുക. ഇവിടെ ഞാൻ കാണിക്കുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ബ്ലോക്ക് ലെറ്റേഴ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോരോ ഹാങ് ചെയ്യുന്നതായതും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് അത് കൊടുക്കാം. അടുത്ത് ന്യൂ ആരോ ലൈൻ തന്നെയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു പെൻസിൽ ഐക്കൺ എടുക്കുക, പുതിയൊരു ആരോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് നോട്ടീസ് ചെയ്തതിനൊന്നും അറിയില്ല. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലോർ അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഫോട്ടോക്ക് ആരോ മാർക്ക് കൊടുക്കേണ്ട ഒരു ചെറിയൊരു ഐഡിയ ഞാനിവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ലൈക്കിൻ്റെ ഇതൊക്കെ കൊടുത്തു വെക്കാം. ദെൻ ഫൈനലായിട്ട് മാർക്ക് ഡെസ്റ്റിനേഷൻ എന്ന് കൊടുത്തിട്ട് അത് താഴെ കൊടുക്കാം. ഇനി നമുക്ക് ആരോ മാർക്ക് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ജസ്റ്റ് ആ ഒരു പെൻസിൽ ഐക്കണിൻ്റെ താഴെയായിട്ട് തന്നെ ഒരു ആരോ മാർക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ആരോ മാർക്കിൻ്റെ അത് ഡ്രോ ചെയ്താൽ മാത്രം മതി. ഫൈനലായിട്ടുള്ള ആരോ മാർക്ക് നമുക്ക് അവിടെ വരും. അപ്പോൾ ഇവിടെ ഞാൻ പുറകു വശത്ത് ആ ഒരു ലൈനൊക്കെ ഇറേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചെറിയൊരു ഗിഫും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചെറിയൊരു ഐഡിയ വെച്ച്, ഈ ഒരു ആരോ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്കും ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനാകും. നെക്സ്റ്റ് കട്ടൗട്ട് ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് മിഡിലായിട്ട് തന്നെ അത് പൊസിഷൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ഒന്ന് മിഡിലായിട്ട് തന്നെ പൊസിഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് അതിനേതെങ്കിലും നമ്മുടെ ആ ഒരു ഫോട്ടോയിൽ ഏതെങ്കിലും മാച്ച് ആയിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ ആ ഒരു ഇതായിട്ടുള്ള ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോയുടെ ഭാഗത്തായിട്ട് ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ സർക്കിളായിട്ടോ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, അതായത് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് പെൻസിലെടുത്തിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ആ ഒരു എഡ്ജസ് കറക്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കറക്റ്റ് എഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ചെറുതായിട്ടൊന്ന് പെൻസിൽ എടുത്തിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇറേസ് ചെയ്ത കോർണർ നമുക്കിപ്പം ചെറുതായിട്ടൊന്ന് ഹൈഡ് ആയില്ലേ. ദെൻ ഞാനിവിടെ കുറച്ച് ആരോസും ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ മോർണിംഗ് റൈഡ് എന്നുള്ള ഒരു ടെക്സ്റ്റും കൂടി കൊടുത്തിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മോട്ടോവും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ബേൺ ഫാറ്റ് നോട്ട് ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോട്ടോ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെയും നല്ല ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാം. അടുത്തതൊരു പെൻസിൽ ആർട്ട് ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ചൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഇറേസർ എടുക്കുക. അടുത്തത് ഇറേസർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇറേസറിൻ്റെ സൈസ് മൊത്തമായിട്ടൊന്ന് കുറച്ചിട്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ മായ്ച്ചു കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു ഫോട്ടോ ഫുള്ളായിട്ടൊന്ന് നമ്മൾ മായ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയൊരു പെൻസിൽ ആർട്ടിഫക്റ്റ് നമുക്ക് ചെറിയൊരു ഫീലില്ലേ. ഓക്കെ, സോ ഈ ഒരു ഇഫക്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.